എടുക്കുക എടുക്കുന്നതിന്റെ ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി ആ കണ്ടില്ല ശരി. ഏതാ ഈ സദാചാര 2K ഗുണ്ടി? കാലം പോയൊരു പോക്കെ. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ അമ്മാവന്മാര്, ചില വല്ലാത്ത ഗുണ്ടായിസ മനോഭാവമുള്ള ആങ്ങളമാര്, ആ പുള്ളിക്കാരന്മാരൊക്കെയാണ് സാധാരണ ഇത്തരം പ്രവൃത്തികളിൽ ഇറങ്ങിയിട്ട് ഒരാണിനെയും പെണ്ണിനെയും ഒരുമിച്ചൊരു ബസ് സ്റ്റോപ്പ് കണ്ടാലോ കാറ് കണ്ടാലോ ബൈക്ക് കണ്ടാലോ ഓടറാ നിക്കടാ ചാടറാന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് പുറത്തോട്ട് വരുന്ന ടീംസ്. പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു സ്ത്രീ, അതായത് ഒരു 2K കിഡ്, വലിയ പ്രായമൊന്നും ഇല്ലാത്ത മാരീഡ് അല്ലാത്ത ഒരു ചെറിയ കുട്ടിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. തെറ്റു പറയാൻ പറ്റില്ല. ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരായിരിക്കുന്ന ഒട്ടുമിക്ക ജോലികളിലും സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരവരുടെ കഴിവ് അത്തരത്തിൽ ജോലി മേഖലകളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മേഖലകളിലെയും കൂടി സ്ത്രീകൾ ഇറങ്ങുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇത് സദാചാര ഗുണ്ടായിസം കളിക്കുന്ന ആങ്ങളമാർക്ക് വലിയൊരു വെല്ലുവിളിയാവുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്തായാലും ആ വീഡിയോന്റെ മുഴുവൻ ഭാഗം കണ്ടിട്ട് ബാക്കി കാര്യം പറയാം. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിൽക്കുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയും ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളത് പറയും നിങ്ങൾ. ഈ പെണ്ണ് ഓടി നടന്ന് ഊക്കുവാങ്ങാണ് കേട്ടോ. ഇപ്പം ഫുൾ ടൈം എയർ തന്നെയാണ്. ട്രോൾസ് ആയിട്ട് ഒരുപാട് പേര് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം കുട്ടിക്ക് തീരെ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. എന്തിന്റെ കാര്യമാണ്? അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹോസ്പിറ്റലിൽ പോയി വരുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും OP ടിക്കറ്റ് അടക്കം എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടാണ് ഈ പുള്ളിക്കാരി വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത്. വൈറലാവാൻ നോക്കിയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യം കൊണ്ട് വൈറലായിപ്പോയി. എന്നാണാവോ താഴെ ഇറങ്ങുന്നത്. ഒരുപാട് പേര് ആ കുട്ടി കെട്ടാൻ പോകുന്ന ചെക്കൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് എടുത്തത് കണ്ടു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഓൾറെഡി വല്ല ലവറുള്ള ആളാണെങ്കിലോ? അപ്പൊ ആ ചെക്കൻ ഇപ്പൊ ആശ്വസിപ്പിക്കുന്നുണ്ടോ, സാരമില്ല പോട്ടെ എന്നും പറഞ്ഞിട്ട്. ആ കാര്യം കൂടെ നോട്ട് ചെയ്യണ്ടേ? വെറുതെ ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അലമ്പാക്കുന്നത്. ഇല്ല സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറയാ, വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അവര് പറയുന്ന മറ്റൊരു കാരണം, അവരുടെ വീട്ടിലെ വഴി അവരുടെ വീടിന്റെ വഴിയിൽ എവിടെയാണ് വണ്ടി കിടക്കുന്നത്? വണ്ടി കിടക്കുന്നത് റോഡ് സൈഡിലാണ്. പകുതി റോഡിന്റെ സൈഡിലായിട്ടാണ് കിടക്കുന്നത്. ആ കാറിന്റെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്ന സ്ഥലത്താണ് അവരുടെ വീട്ടിലോട്ടുള്ള വഴി. ആ വഴിയിലോട്ടൊന്നും എല്ലാം ഇറക്കി വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് ഈ കാർ അവിടെ പാർക്ക് ചെയ്ത സ്ഥലത്തിന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വശത്ത് അവരുടെ വീടിന്റെ ജനലാണ്. ആ ജനൽ ഓപ്പൺ ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പെണ്ണ് പറയുന്ന മാതിരി പറയാൻ പാടില്ലാത്ത കാര്യം. എന്താണ് ഈ പറയാൻ പാടില്ലാത്ത കാര്യം? ഒരാണും പെണ്ണും ഒരുമിച്ച് വണ്ടിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനാണ്. ഒരാണും പെണ്ണും ഒരുമിച്ച് റൂം അടച്ച് വാതിനകത്തിരുന്ന ഇതിനാണ് എന്ന് ചിന്തിക്കുന്ന മെന്റാലിറ്റി ഒക്കെ മാറണം. ഒരുപാട് പേര് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് കണ്ടു, അനുമോള അനിയത്തി സദാചാരം എന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അനുമോള സീന് വേറെ, ഇത് വേറെ. ഇത് ആ കുട്ടി കണ്ടു എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർ കാറിനകത്ത് ഇരിക്കുകയാണ്, ആശുപത്രി പോയി വരുന്ന വഴിയാണ്. ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ഇന്റൻഷനോട് കൂടി ആൾ നടമാട്ടമുള്ള ഒരു സ്ഥലത്ത്, അതും ഒരു വീടിന്റെ വഴിയോട് ചേർത്ത് അവിടെ കാറ് പാർക്ക് ചെയ്ത് ഈ ഒരു പരിപാടി ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പേടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഉള്ള മൂടെല്ലാം പോയി കിട്ടത്തില്ലേ? എന്തൊക്കെയാണ് ആ കുട്ടി വിളിച്ചു പറയുന്നത്? ഇതൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്ത് ചിന്തിച്ചാൽ പോരെ. ഇതൊക്കെ ആളുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ആളുകൾക്ക് പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണോ? അത് ഒരു വീടിന്റെ തൊട്ടുതാഴെ, കാർ പാർക്ക് ചെയ്തതിന്റെ തൊട്ടുതാഴെ ഒരു വീടുണ്ട്. അതിലെ വണ്ടികളൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർക്ക് പോണ വഴിക്ക് ഏതെങ്കിലും റൂമോ വീടോ വല്ല റിസോർട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആശുപത്രി പോയി വരുന്ന വഴിയാന്ന് പറയുന്നത്. സോ അപ്പൊ അവരുടെ വീട് അവിടെ അടുത്തായിരുന്നിരിക്കണം. വീട് അവിടെ അടുത്താണെങ്കിൽ തന്നെ പിന്നെ അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കേണ്ട കാര്യമുണ്ടോ? അതല്ലാന്നിരിക്കട്ടെ, അവിടെ തന്നെ ചെയ്യണമെന്നുണ്ടോ? അവർക്ക് വേറെ എന്തെല്ലാം ആ റോഡ് കണ്ടാൽ അറിയാം വലിയ എന്താണ് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. കുറച്ചും കൂടെ കുറെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്ത വഴിയിലോ അല്ലെങ്കിൽ വഴി കഴിഞ്ഞ് ഉള്ളോട്ടോ ഒക്കെ കയറ്റിട്ടൂടെ? അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഇത് എന്റെ റൈറ്റാ, എന്താ കാര്യം, അതെന്താ സംഭവം എടുക്കുക, എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ എന്ത് പേഴ്സണലോ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ.
ശരി ആ കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം പറയുന്നത് കേട്ടു പറയാൻ പാടില്ലാത്ത കാര്യം കാണാൻ പാടില്ലാത്ത കാര്യം പറയാൻ എനിക്ക് നാണമുണ്ട്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? പറയാൻ പാടില്ലാത്തതായിട്ട് അങ്ങനത്തെ ഒരു കാര്യമില്ല. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിലെ പോകുന്ന സമയത്ത് ആ കാറിൻ്റെ അകത്തോട്ട് എത്തി നോക്കിയത് ഈ കുട്ടിയാണ്. കാണാൻ പാടില്ലാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞു. ആ പയ്യൻ ധൈര്യത്തോടെ ക്യാമറ ഓൺ ചെയ്ത് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ കണ്ടത്? അപ്പ കുട്ടിക്ക് അത് പറയാൻ നാക്കില്ല. അയ്യോ അത് പറയാൻ പാടില്ലാത്ത കാര്യം. എന്താണ് ആ പറയാൻ പാടില്ലാത്ത കാര്യം? ലൈഫിൽ ഒന്നും തന്നെ പറയാൻ പാടില്ലാത്ത കാര്യമായിട്ടില്ല. എല്ലാം നമുക്ക് വായുണ്ട്, വാക്കുകളും ഉണ്ട്. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അയ്യോ അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്, അത് മോശമായ ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ആ കുട്ടി റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കും. ഇതൊക്കെയാണ് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ. ആ പയ്യൻ കറക്റ്റ് കാര്യം ചോദിച്ചത്. പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് ഇവർ തമ്മിൽ എന്താണ് ബന്ധം? അവിടെ വന്നിട്ട് ഈ വഴക്കുണ്ടാക്കുന്നത്. ഇപ്പൊ ആ പയ്യൻ അത് ക്യാമറ പിടിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വേറെ ഉൾട്ടാ അഴുകിട്ട് ആ പെണ്ണിന് നേരെ എന്തെങ്കിലും അസഭ്യം പറഞ്ഞോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ പയ്യനും ആ പെണ്ണും കൂടെ കോടതി കയറി ഇറങ്ങേണ്ടി വന്നേനെ. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഇപ്പോഴാണെങ്കിൽ സമയം വരെ നോക്കിയോ. OPT സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. അതെ പകുതി റോഡിൽ നടക്കുന്നത്. ബാക്കി റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. വണ്ടി വിട്ടേക്കും. ഇല്ല വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കണം, അടുത്ത ആളെ വിളിക്കട്ടെ. അപ്പൊ പെങ്കൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. നല്ല എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും? എന്നെ അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കും? ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത് വിചാരിക്കും. വീഡിയോന്റെ അവസാനം ആ വൈഫ് പോയിട്ട് അവിടെ നിൽക്കുന്ന ചേട്ടൻ അച്ഛനാണോ എന്ന് അറിയത്തില്ല, ഇനി വേറെ ആരെയും വിളിച്ചിരുത്തിയാണോ എന്ന് അറിയത്തില്ല. വട്ടവർ ഇറ്റ് ഈസ് അയാളുടെ അടുത്ത് OP ഷീറ്റും ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ഇതാണ് കാര്യങ്ങൾ. ഭാഗ്യത്തിന് അയാൾ സംസാരിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. അയാൾ തലയും താഴ്ത്തി ഫോണും തോണ്ടി ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ്. പുള്ളി ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തോന്നുന്നുണ്ട്. കാരണം ഇതൊന്നും അത്ര ശരിയായ ഏർപ്പാടല്ല. ദയവ് ഇത് അനുമോളെ വെച്ചാരും കമ്പയർ ചെയ്തത്. ബിഗ് ബോസ് ഹൗസിനകത്ത് അവർക്കെല്ലാം കണ്ടന്റാണ്. എന്താ മോളെ മോക്ക് പറ്റിയത്? 2025 ആയില്ലേ? ഒരു കാറ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ വേഗം അതിനകത്ത് പോയി തലയിട്ടിട്ട് പുരുഷനാണോ പെണ്ണാണോ അതിൽ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്ന സ്വഭാവമൊക്കെ നിർത്തിക്കൂടെ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഇൻസിഡന്റും കേസും ഒക്കെ കാണുന്ന സമയത്ത് സിന്ദൂരമാണ് വിവാഹം കഴിഞ്ഞു എന്ന് തെളിയിക്കാനുള്ള മാനദണ്ഡം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരാണും പെണ്ണും സിന്ദൂരം തൊട്ടിട്ടൊക്കെയാണ് ഒരു പാർക്കിലൊക്കെ പോയി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ ഒന്നും പറയില്ല, അയ്യോ അത് ഭാര്യയും ഭർത്താവുമാണ്. ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് സിന്ദൂരം തൊടാത്ത ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ പുരുഷനായിട്ടുള്ള ഭർത്താവുമാണ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ മറ്റേ രീതിയിലേ കാണുള്ളൂ. ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഒരുപാട് ഞാൻ സിന്ദൂരം തൊടാറില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ എന്താണ് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിൽ പോയാലും കൈ പിടിച്ചിരുന്നാലും ഒക്കെ ഇങ്ങനെ നോക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും ആണ് ആ ഇരിക്കുന്നത് തെളിയിക്കാനുള്ള ഒരു മാനദണ്ഡം ഒന്നും അല്ല ഈ സിന്ദൂരം എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ നമ്മുടെ ട്രഡീഷണലിന്റെ ഭാഗമായിട്ട് തൊടുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ ഒരു പ്രായപൂർത്തിയായ പെണ്ണും അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെണ്ണും അത്യാവശ്യത്തിന് കണ്ടാൽ ഒരു വലിപ്പം തോന്നിക്കുന്ന സ്ത്രീ ആവട്ടെ ഒരു പുരുഷനാവട്ടെ, ഈ സ്ത്രീ വെറുതെ നെറ്റിയിൽ ഒരു സിന്ദൂരം തൊട്ട് ആ പയ്യന്റെ കൈയും പിടിച്ച് ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ വണ്ടിയിലോ ഒക്കെ സ്വതന്ത്രമായി കറങ്ങി കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾ എന്താ വിചാരിക്കുക? പെണ്ണിന്റെ കഴുത്തിലൊരു മാലയുണ്ട്, നെറ്റിയിലൊരു സിന്ദൂരുണ്ട്, സോ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പക്ഷെ റിയാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കത്തില്ല. ആളുകളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുന്നതാണ്, ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പം സിന്ദൂരവും കഴുത്ത് കിടക്കുന്ന താലി ഒന്നും അല്ല വിവാഹം കഴിഞ്ഞു തെളിയിക്കുന്നതിനുള്ള മാനദണ്ഡം. ചെക്കന്മാർക്കൊക്കെ ഇപ്പൊ യങ് ആയിട്ടുള്ള അമ്മമാരുള്ള കാലഘട്ടമാണ്. അപ്പൊ അമ്മേനെയും കൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്തും തെറ്റായ കണ്ണിലൂടെ നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു വന്നിരിക്കുന്ന ആള് ആങ്ങളെ പെങ്ങളെയാണോ, സുഹൃത്തുക്കളാണോ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, അച്ഛനും മകളും ആണോ, അമ്മയും മകനുമാണോ, അല്ലെങ്കിൽ അമ്മാവനും മോളും ആണോ, ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ചോദിച്ചു മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തിരിച്ചറിയാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അവരെ സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കുന്നത് അത്ര ശരിയായ പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ ഒരു സാഹചര്യം തന്നെ വേറൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം നോക്കത്താ ദൂരത്ത് വീടിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് ഇതുവരെ ആളുകൾ പുറത്തിറങ്ങിയിട്ടില്ല. സോ ആ വണ്ടിയിൽ തന്നെയാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം, എന്താ പ്രശ്നം, ആർക്ക് എന്തെങ്കിലും വയ്യ അല്ലെങ്കിൽ ആ കാരണത്ത് വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ഇപ്പൊ ക്രൈമും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. സോ ആ ഒരു ചിന്തയിൽ നമുക്ക് മാന്യമായ രീതിയിൽ പോയിട്ട് ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, ഇയാൾ പറഞ്ഞാൽ ആ ചേട്ടനെ മാത്രമേ കാറ് കണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായ രീതിയിൽ ആ ചില്ലിനെ നോക്ക് ചെയ്തിട്ട് എന്താ പറ്റിയത്, കുറച്ചു നേരം ആയാലും ഇതുവരെ പുറത്തിറങ്ങിയില്ലേ, എന്തെങ്കിലും വയ്യാഞ്ഞിട്ടാണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അല്ലേ. അപ്പൊ അത് ചെയ്യാതെ വീട്ടിൽ പോയിട്ട് എന്താണ് ഇത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന ഈ ഒരു കാട്ടിക്കൂട്ടൽ കാര്യങ്ങളൊക്കെ ഭയങ്കര മോശം പരിപാടി എന്ന് പറഞ്ഞാൽ തീരെ അഴുക്ക പരിപാടിയാണ്. ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വീടെത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കാറുണ്ട്. കാറിന്നാവട്ടെ അല്ലെങ്കിൽ ബൈക്കിന്നാവട്ടെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്റെ പോലെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല. നിങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ വക കാര്യങ്ങളോടൊക്കെ നമ്മൾ ഇടപഴകേണ്ട രീതികളുണ്ട്, അതിനോട് സമീപിക്കേണ്ട രീതികളുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ചാടി കയറി വെറുതെ ഇങ്ങനെ ഞാൻ പിടിച്ച മുയലിന് എന്താ 2 കൊമ്പെന്നോ അങ്ങനെ എന്താ പറയലോ ആ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇത്തരത്തിലെ പ്രവർത്തികൾക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ പയ്യൻ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിന് മുമ്പിൽ ആരാ നാണം കിടുക, ആ പയ്യനെ നാണം കിടുക. നാളെ ഇതൊരു വീഡിയോയോ പ്രൂഫോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ പയ്യന്റെ ഇവരെടുത്ത് വെച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ പ്രചരിക്കുകയാണെന്നിരിക്കട്ടെ, ഈ ആളുകൾ എന്താ വിചാരിക്കുക, ഈ ഒരു ചെക്കൻ അറിയുന്ന ആൾക്കാർ വിചാരിക്കും എന്താ പറയുക, ഇവൻ വേറെ ആൾക്കാരെയും കൂട്ടി വന്നിട്ട് വേറെ ഏതോ പെണ്ണിനെയും കൂട്ടി വന്നതാണ് അവിടെ പരിപാടി എന്ന് വിചാരിക്കുള്ളൂ. അവിടെ അത് പുള്ളിക്കാരന്റെ വൈഫ് തന്നെ ആയിരിക്കും എന്നാരും ചിന്തിക്കില്ല. ചിലപ്പം ഒരു പറ്റ ആളുകൾ, ചിലപ്പോൾ 20% ആളുകളെങ്കിലും വേറെ പെണ്ണായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ. അപ്പം എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളാരും പോയി ചാടാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനോട് സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്, ആ രീതിക്ക് സമീപിക്കുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.